സംസ്ഥാനത്ത് പകർച്ചവ്യാധി കേസുകളിൽ വൻ വർധന എന്ന സൂചന. പ്രതിദിന പനി ബാധിതരുടെ എണ്ണം 10,000 കടന്നു. ഒരു മാസത്തിനിടെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 1951 പേർക്ക്. എം ജി പ്രതീഷ് വിവരങ്ങളുമായി ചേരും. പ്രതീഷ്, വിശദാംശങ്ങൾ. കാലവർഷത്തിന് മുന്നോടിയായി നടത്തേണ്ട മഴക്കാലപൂർവ്വ ശുചീകരണം പലയിടങ്ങളിലും നടത്തിയിട്ടില്ല. അതിന്റെ ഫലം കൂടിയാണ് പകർച്ചവ്യാധി കേസുകളിൽ ഉണ്ടായ വലിയ വർധനവ്. ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകൾ ഞെട്ടലുണ്ടാക്കുന്നതാണ്. പ്രതിദിന പനിബാധിതരുടെ എണ്ണം ഇതിനോടകം 10,000 കടന്നു. ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്ക് ജൂൺ 30 വരെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ജൂൺ 30-ാം തീയതി 10,700-ലധികം പേരാണ് പ്രതിദിന രോഗികളായി ചികിത്സ തേടിയിട്ടുള്ളത്. ഇതിനു പുറമെ ഡെങ്കിപ്പനി കേസുകളിലും എലിപ്പനി കേസുകളിലും വലിയ വർധനവുണ്ട്. ഒരു മാസത്തിനിടെ 1951 പേർക്കാണ് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 7,394 പേർക്ക് ഇതിനു പുറമെ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സ തേടിയിട്ടുണ്ട്. എലിപ്പനി ബാധിച്ച് 381 പേരാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഡെങ്കിപ്പനി എലിപ്പനി കേസുകളിൽ ഉണ്ടാകുന്ന മരണനിരക്കിൽ വലിയ വർധനവ് ഉണ്ടാകുന്നു എന്നതാണ്. ഒരു മാസത്തിനിടെ ആകെ പനിമരണം 55 ആണ്. ഇതിൽ 38 പേർ എലിപ്പനി ബാധിച്ചുവെന്ന് ആരോഗ്യവകുപ്പിന്റെ തന്നെ കണക്കുകൾ പറയുന്നുണ്ട്. ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത് 10 പേരാണ്. അത്തരത്തിൽ പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം, പകർച്ചവ്യാധി ബാധിച്ച് മരിച്ചവരുടെ എണ്ണത്തിലും വലിയ വർധനവ് ഉണ്ടാകുന്നുണ്ട്. 2025 മാത്രം കണക്കെടുത്താൽ ആകെ പനിമരണങ്ങളുടെ എണ്ണം 100 കടന്നിരിക്കുന്നു. അത്തരത്തിലാണ് ഒരു ഗുരുതര സാഹചര്യം നിലവിലുള്ളത്. ഓരോ ദിവസവും പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. സർക്കാർ ആശുപത്രികളുടെ മാത്രം കണക്കാണിത്. സ്വകാര്യ ആശുപത്രികളുടെ കണക്ക് കൂടി എടുത്താൽ ഇത് ഇരട്ടിയിലധികം വരുമെന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഓക്കെ, താങ്ക് യു പ്രതീഷ്.